എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അക്ഷരമുറ്റം ക്യൂസ്, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണേ. നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയറും ചെയ്ത് കൊടുക്കുക. എന്നാൽ വീഡിയോയിലേക്ക് പോകാം. ചാറ്റ് GPT ഉപയോഗിച്ചുള്ള കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തിയ രാജ്യം ചൈന. അഗ്നിവീറുകൾക്ക് പോലീസ് സേനയിൽ 10% സംവരണം അനുവദിക്കുന്ന സംസ്ഥാനം ഏത്? ഹരിയാന. 2004 ജൂലൈ അന്തരിച്ച ജൈവകൃഷി സംരക്ഷിക്കുന്നതിൽ വലിയ സംഭാവനകൾ നൽകിയ ഗോത്ര കർഷക കമല പൂജാരി. 2024 ജൂലൈയിൽ സർക്കാർ തൊഴിൽ മേഖലയിലെ സംവരണത്തിനെതിരെ പ്രക്ഷോഭം നടക്കുന്ന രാജ്യം ബംഗ്ലാദേശ്. പോലീസ് FRI ഇല്ലാതെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കേസെടുക്കാൻ ആവില്ല എന്ന് ഉത്തരവ് പുറപ്പെടുവിച്ച ഹൈക്കോടതി മദ്രാസ് ഹൈക്കോടതി. 2024 പാരീസ് ഒളിമ്പിക്സ് ദീപശിഖ പ്രയാണത്തിൽ പങ്കാളിയാകുന്ന ആദ്യ മലയാളി പെൺകുട്ടി ആര്? തിലോത്തമ ഐക്കാരേത്ത്. ഇതുവരെ നടന്ന ഒളിമ്പിക്സിൻ്റെ 32 പതിപ്പിലുമായി ഇന്ത്യക്ക് നേടാനായത് എത്ര മെഡലുകളാണ്? 35 മെഡൽ. എത്ര വേദികളിലാണ് 2024 പാരീസ് ഒളിമ്പിക്സ് നടക്കുന്നത്? 35 വേദികളിൽ. 2024 പാരീസ് ഒളിമ്പിക്സിൽ എത്ര കായിക ഇനങ്ങളാണ് ഉള്ളത്? 32. 2024 പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ സംഘത്തിൽ എത്ര അംഗങ്ങളുണ്ട്? 117. 2024 പാരീസ് ഒളിമ്പിക്സിലെ മാർച്ച് പാസ്റ്റ് എവിടെ വെച്ചാണ് നടക്കുന്നത്? സെൻ നദിയിൽ ബോട്ടിലൂടെ. എത്ര രാജ്യങ്ങളിൽ നിന്നുള്ള കായിക താരങ്ങളാണ് ഇത്തവണ പാരീസ് ഒളിമ്പിക്സിൽ മത്സരിക്കുന്നത്? 206. പാരീസ് എത്രാമത്തെ തവണയാണ് ഒളിമ്പിക്സിന് വേദിയാകുന്നത്? 3-ാമത്തെ തവണ. 1900, 1924, 2024. 2024 ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെ വെച്ചാണ്? പാരീസ്, ഫ്രാൻസ്. എത്ര വർഷം കൂടുമ്പോഴാണ് ഒളിമ്പിക്സ് നടക്കുന്നത്? 4 വർഷം. ഒളിമ്പിക്സ് എത്ര ദിവസം നീണ്ടു നിൽക്കുന്ന കായിക മാമാങ്കമാണ്? 16 ദിവസം. ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിൽ ആദ്യമായി മെഡൽ നേടിയത് ആര്? നോർമൽ പ്രീചാർഡ്. 1900 പാരീസ് ഒളിമ്പിക്സിൽ. ഏതു ഒളിമ്പിക്സിലാണ് ഇന്ത്യ ആദ്യ ഒളിമ്പിക് സ്വർണം ഹോക്കിയിലൂടെ നേടിയത്? ആംസ്റ്റർഡാം ഒളിമ്പിക്സ്, 1928. ഒളിമ്പിക്സ് മുദ്രാവാക്യം എന്താണ്? കൂടുതൽ വേഗത്തിൽ, കൂടുതൽ ഉയരത്തിൽ, കൂടുതൽ ശക്തിയിൽ. ഇത്തവണത്തെ ഒളിമ്പിക്സിൽ മലയാളികൾ എത്ര പേരാണുള്ളത്? 7. ഒളിമ്പിക്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ലുസാന, സ്വിറ്റ്സർലാൻഡ്. ആധുനിക ഒളിമ്പിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന പിയറി കുബർട്ടിൻ ഏതു രാജ്യക്കാരനാണ്? ഫ്രാൻസ്. ഇന്ത്യൻ ഹോക്കി ടീം ഒളിമ്പിക്സിൽ എത്ര സ്വർണ്ണ മെഡൽ നേടിയിട്ടുണ്ട്? 8 സ്വർണ്ണ മെഡൽ. ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത കർണം മല്ലേശ്വരി. ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാകയേന്തിയ ആദ്യ വനിത ഷൈനി വിൽസൺ. ആദ്യമായി ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ഇന്ത്യൻ വനിത PT ഉഷ. പരസ്പരം കുരുത്ത എത്ര വളയങ്ങളാണ് ഒളിമ്പിക്സ് ചിഹ്നത്തിൽ ഉള്ളത്? 5 വളയങ്ങൾ. ഒളിമ്പിക്സ് പതാകയുടെ നിറം എന്താണ്? വെളുപ്പ്. ഒളിമ്പിക്സിൻ്റെ ചിഹ്നം എന്താണ്? പരസ്പരം കുരുത്ത 5 വളയങ്ങൾ. ഒളിമ്പിക്സ് ചിഹ്നമായ പരസ്പരം കുരുത്ത 5 വളയങ്ങൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? 5 ഭൂഖണ്ഡങ്ങളെ. ഒളിമ്പിക്സ് മുദ്രാവാക്യം ആദ്യമായി ഏർപ്പെടുത്തിയ ഒളിമ്പിക്സ് ഏത്? പാരീസ് ഒളിമ്പിക്സ്. വനിതകൾ ആദ്യമായി പങ്കെടുത്ത ഒളിമ്പിക്സ് ഏത്? 1900 പാരീസ് ഒളിമ്പിക്സ്. ആധുനിക ഒളിമ്പിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? പിയറി കുബർട്ടി. ഒളിമ്പിക്സ് മത്സരങ്ങൾ ആരംഭിച്ച രാജ്യം ഏത്? ഗ്രീസ്. ലോകത്തിലെ ഏറ്റവും വലിയ കായികമേള ഏത്? ഒളിമ്പിക്സ്.
ബഷീറിൻ്റെ ആകാശങ്ങൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആര്? പെരുമ്പടവം ശ്രീധരൻ. ബഷീർ എറണാകുളത്ത് സ്ഥാപിച്ച ബുക്ക് സ്റ്റാളിൻ്റെ പേര്? സർക്കിൾ ബുക്ക് സ്റ്റാൾ. ബഷീറിൻ്റെ ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരം ഏത് പേരിലാണ് പ്രസിദ്ധീകരിച്ചത്? ഓർമ്മയുടെ അറകൾ. സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീർ കൃതി ഏത്? ഭൂമിയുടെ അവകാശികൾ. സർപ്പയജ്ഞം എന്ന ബഷീർ കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? ബാലസാഹിത്യം. സാഹിത്യരംഗത്ത് ഏറെ വിമർശനങ്ങളുണ്ടാക്കിയ ബഷീർ കൃതി ഏത്? ശബ്ദങ്ങൾ. ബഷീറിന് രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ച വർഷം ഏത്? 1982. ബഷീറിൻ്റെ ചിത്രം പതിച്ച 5 രൂപ സ്റ്റാമ്പും 2 രൂപയുടെ പ്രഥമ ദിന കവറും കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത് എന്നാണ്? 2009 ജനുവരി 1. ഏതു സ്വാതന്ത്ര്യ സമര സേനാനിയെ തൂക്കിക്കൊന്നതിനാണ് കോഴിക്കോട് ജയിലിൽ ബഷീർ 3 ദിവസം നിരാഹാര സത്യാഗ്രഹം ഇരുന്നത്? ഭഗത് സിംഗ്. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച തലയോലപ്പറമ്പ് എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? കോട്ടയം. കുട്ടികൾക്ക് ബഷീറിനെ പരിചയപ്പെടുത്തുന്ന കിളിരൂർ രാധാകൃഷ്ണൻ രചിച്ച ബാലസാഹിത്യ കൃതി ഏത്? ഒരിടത്തൊരു സുൽത്താൻ. ഉജ്ജീവനം വാരികയിൽ ഏതു തൂലികാനാമത്തിലാണ് ബഷീർ എഴുതിയിരുന്നത്? പ്രഭ. ബഷീറിൻ്റെ ജീവചരിത്ര കൃതിയുടെ പേര്? ബഷീറിൻ്റെ ഐരാവതങ്ങൾ. ചോദ്യോത്തര രൂപത്തിൽ ബഷീർ പ്രസിദ്ധീകരിച്ച കൃതി ഏത്? നേരും നുണയും. ബഷീർ, കാരൂർ നീലകണ്ഠപിള്ള, മാധവിക്കുട്ടി എന്നിവർ ഒരേ പേരിൽ ഒരു കഥ എഴുതിയിട്ടുണ്ട്. ആ കഥയുടെ പേരെന്താണ്? പൂവമ്പഴം. ബഷീറിനെക്കുറിച്ച് ONV കുറുപ്പ് രചിച്ച കവിത ഏത്? എൻ്റെ ബഷീർ. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ആരെ കാണാൻ വേണ്ടിയാണ് ബഷീർ വീട്ടിൽ നിന്നും ഒളിച്ചോടിയത്? ഗാന്ധിജി. ബഷീർ അന്തരിച്ച വർഷം? 1994 ജൂലൈ 5. ബഷീർ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജൂലൈ 5. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്നാണ്? 1908 ജനുവരി 21. ഒരു മരം ബഷീറിൻ്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഏതാണ് ആ മരം? മാംഗോസ്റ്റീൻ. മജീദും സുഹറയും കഥാപാത്രങ്ങളായി വരുന്ന ബഷീറിൻ്റെ നോവൽ ഏത്? ബാല്യകാലസഖി. ഇന്ത്യയുടെ കാലാവസ്ഥാ ഉപഗ്രഹം ഏത്? മെറ്റ്സാറ്റ്. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. കൊച്ചു നീലാണ്ടൻ, പാറുക്കുട്ടി എന്നീ ആനകൾ കഥാപാത്രങ്ങളായ ബഷീറിൻ്റെ കൃതി ഏത്? ആനവാരിയും പൊൻകുരിശും. ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? ഓർമ്മയുടെ അറകൾ. ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേര്? ഉജ്ജീവനം. ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ് ആര്? കോപ്പർനിക്കസ്. ആകാശഗോളങ്ങളെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ജ്യോതിശാസ്ത്രം. ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹം? ആര്യഭട്ട. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം? ബുധൻ. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏത്? വ്യാഴം. വലിയ കറുത്ത അടയാളങ്ങൾ കാണപ്പെടുന്ന ഗ്രഹം ഏത്? നെപ്റ്റ്യൂൺ. അമേരിക്കയുടെ ആദ്യത്തെ ബഹിരാകാശ നിലയം ഏത്? സ്കൈലാബ്. ബഹിരാകാശത്തെത്തിയ ആദ്യ ജീവി ഏത്? ലൈക്ക എന്ന നായ. സൗരയൂഥത്തിലെ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ഏത്? ശുക്രൻ. പ്രപഞ്ചത്തിൻ്റെ കൊളംബസ് എന്നറിയപ്പെടുന്നത് ആര്? യൂറി ഗഗാറിൻ. ബഹിരാകാശത്ത് ഏറ്റവും അധികം നാൾ കഴിഞ്ഞ ഇന്ത്യൻ വനിത ആര്? സുനിത വില്യംസ്.
ബഹിരാകാശത്ത് ആദ്യമായി മാരത്തോൺ നടത്തിയ ഇന്ത്യൻ വനിത ആര്? സുനിത വില്യംസ്. ബഹിരാകാശത്ത് എത്തിയ ആദ്യ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മ. ആധുനിക ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? നിക്കോളാസ് കോപ്പർനിക്കസ്. പൊട്ടിത്തെറിയിലൂടെ നശിക്കുന്ന നക്ഷത്രത്തെ വിളിക്കുന്ന പേരെന്ത്? സൂപ്പർനോവ. ബഹിരാകാശത്തെത്തിയ ആദ്യ വ്യക്തി ആര്? യൂറി ഗഗാറിൻ. ബഹിരാകാശത്തെത്തിയ ആദ്യ വനിതയാര്? വാലന്റീന തെരഷ്കോവ. സുനിത വില്യംസിനെ ബഹിരാകാശത്തെത്തിച്ച വാഹനം ഏത്? ഡിസ്കവറി. ആധുനിക ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് ആര്? ഗലീലിയോ ഗലീലി. ബഹിരാകാശ ദിനം എന്ന്? ഏപ്രിൽ 12. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ കായിക സർവകലാശാല ഏത് സംസ്ഥാനത്താണ്? മണിപ്പൂർ. ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. 1498 യൂറോപ്യൻ സഞ്ചാരിയായ വാസ്കോഡ ഗാമ വന്നിറങ്ങിയ സ്ഥലം? കോഴിക്കോട് കാപ്പാട്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം? ചെമ്പഴന്തി, തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ? വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി? EMS നമ്പൂതിരിപ്പാട്. കേരളത്തിലെ 4ാമത്തെ വിമാനത്താവളമായ കണ്ണൂർ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്ത വർഷം? 2018. സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന ജില്ല ഏത്? കാസർഗോഡ്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ജില്ല ഏത്? കാസർഗോഡ്. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതെല്ലാം? പാമ്പാർ, ഭവാനി, കബനി. കേരളത്തിലെ നദികളുടെ എണ്ണം എത്ര? 44. സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വ കേരളമായി പ്രഖ്യാപിക്കുന്നത് എന്ന്? 2025 മാർച്ച് 30. 2024 ജൂലൈ ശക്തമായ ഉരുൾപൊട്ടൽ ഉണ്ടായ മേപ്പാടി, മുണ്ടക്കൈ, ചൂരൽമല പ്രദേശങ്ങൾ ഏതു ജില്ലയിലാണ്? വയനാട്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി ആദ്യ മെഡൽ നേടിയത്? മനു ഭാക്കർ. 2024 ജൂലൈ ജപ്പാന്റെ തലസ്ഥാനമായ ടോക്കിയോയിൽ ആരുടെ പ്രതിമയാണ് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ അനാച്ഛാദനം ചെയ്തത്? മഹാത്മാഗാന്ധി. 2024 ജൂലൈ തായ്വാനിലും ഫിലിപ്പീൻസിലും കനത്ത നാശം വിതച്ച ചുഴലിക്കാറ്റ്? ഗേമി ചുഴലിക്കാറ്റ്. 2024 ജൂലൈ പുതുച്ചേരിയുടെ ലഫ്റ്റനന്റ് ഗവർണറായ നിയമിതനായ മലയാളി? K. കൈലാഷ് നാഥ്. 2024 ജൂലൈ ലോകമാന്യ തിലക് നാഷണൽ അവാർഡ് ലഭിച്ചത് ആർക്ക്? സുധാമൂർത്തി. 2024 ലോക പ്രകൃതി സംരക്ഷണ ദിനത്തിൻ്റെ പ്രമേയം എന്ത്? ജനങ്ങളെയും ഭൂമിയെയും ബന്ധിപ്പിക്കുക, വന്യജീവി സംരക്ഷണത്തിൽ കൂടുതൽ ഡിജിറ്റൽ സാധ്യതകൾ കണ്ടെത്തുക. കണക്റ്റിംഗ് പീപ്പിൾ ആൻഡ് പ്ലാന്റ്സ് എക്സ്പ്ലോറിംഗ് ഡിജിറ്റൽ ഇന്നോവേഷൻ ഇൻ വൈൽഡ് ലൈഫ് കൺസർവേഷൻ. ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്ന്? ജൂലൈ 28. സൂര്യനെയും ബാഹ്യവലയങ്ങളെയും കുറിച്ച് പഠിക്കാൻ ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിൻ്റെ പേര്? ആദിത്യ L1. ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി? ആഗസ്റ്റ് 23. അയോധ്യയിലെ രാംലല്ലയെ ചിത്രീകരിക്കുന്ന ലോകത്തെ ആദ്യ സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏതു രാജ്യത്തിലാണ്? ലാവോസ്. രാജ്യത്തിൻ്റെ പേര് സ്റ്റാമ്പിൽ അച്ചടിക്കാത്ത ഏക രാജ്യം? ഇംഗ്ലണ്ട്. ലോകത്തിലെ ആദ്യത്തെ പത്രം ഏതു രാജ്യത്താണ് പ്രസിദ്ധീകരിച്ചത്? ചൈന. പുരാതന ഇന്ത്യയിലെ ആദ്യ സാമ്രാജ്യം? മഗധ. വന്ദേ മാതരത്തിൻ്റെ രചയിതാവ് ആര്?
ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആര്? രവീന്ദ്രനാഥ ടാഗോർ. ലോകത്തെ ആദ്യ ടെലിഫോൺ എക്സ്ചേഞ്ച് സ്ഥാപിതമായ രാജ്യം USA. ഒറ്റ രാജ്യം മാത്രമുള്ള ഭൂഖണ്ഡം ഓസ്ട്രേലിയ. പൊതുതെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ ഏഷ്യൻ രാജ്യം ഇന്ത്യ. ഹാരി പോട്ടർ എന്ന വ്യാഖ്യാത കൃതിയുടെ രചയിതാവ് ആര്? JK റൗളിംഗ്. ഗേറ്റ്വേ ഓഫ് ഇന്ത്യ എവിടെ സ്ഥിതി ചെയ്യുന്നു? മുംബൈ. ഉറക്കമില്ലായ്മയെ ബാധിക്കുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവാണ്? വിറ്റാമിൻ ഡി. ആകാശവാണി എന്ന പേര് ഇന്ത്യൻ റേഡിയോ പ്രക്ഷേപണത്തിന് നൽകിയ വ്യക്തി? രവീന്ദ്രനാഥ ടാഗോർ. ഒരു കൊച്ചു കലാകാരൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള പുസ്തകമാണ് നിറങ്ങളുടെ രാജകുമാരൻ. ഏതു കലാകാരൻ്റെ? എഡ്മണ്ട് തോമസ് ക്ലിൻ്റ്. സെൻറ്റ് തോമസിൻ്റെ കേരളത്തിലേക്കുള്ള വരവിനെ തുടർന്നുണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട കലാരൂപം ഏത്? മാർഗംകളി. സസ്യചലനങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം? ക്രെസ്കോഗ്രാഫ്. ഹരിതകത്തിൽ അടങ്ങിയ മൂലകം? മഗ്നീഷ്യം. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ശ്രീനാരായണ ഗുരു. മാഡിബ എന്ന് വിളിക്കപ്പെടുന്ന ലോക നേതാവ്? നെൽസൺ മണ്ടേല. പിസികൾച്ചർ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മത്സ്യകൃഷി. വെള്ളായി അപ്പൻ ഏതു കൃതിയിലെ കഥാപാത്രമാണ്? കടൽത്തീരത്ത്. ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനമായുള്ള ഏഷ്യൻ രാജ്യങ്ങൾ? ഇന്ത്യ, ദക്ഷിണ കൊറിയ. സ്റ്റാച്യു ഓഫ് ലിബർട്ടി അമേരിക്കയിലെ ഏതു നഗരത്തിലാണ്? ന്യൂയോർക്ക്. ജടായു പാറ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത്? ചടയമംഗലം. തേക്കടി വന്യജീവി സങ്കേതം സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവ്? ചിത്തിര തിരുനാൾ. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം? കൊച്ചി. കോയമ്പത്തൂരിലേക്ക് ശുദ്ധജല വിതരണത്തിനായി കേരളത്തിൽ പണിത അണക്കെട്ട് ഏത്? ശിരുവാണി. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം? ത്വക്ക്. രക്തത്തിലെ ഗ്ലൂക്കോസ് അളവ് നിയന്ത്രിക്കുന്ന ഗ്രന്ഥി? പാൻക്രിയാസ്. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹം ഏതാണ്? സോഡിയം. ഒരാൾ ഭയക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ഏതാണ്? അഡ്രിനാലിൻ. കേരളത്തിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക്? അഗസ്ത്യാർകൂടം. മയോപ്പിയ ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? കണ്ണ്. കേരളത്തിലെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം? കുട്ടനാട്. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി? ജോസഫ് മുണ്ടശ്ശേരി. മാഗ്സസെ അവാർഡ്, ഭാരതരത്നം എന്നിവ രണ്ടും നേടിയ ആദ്യത്തെ വ്യക്തി ആര്? മദർ തെരേസ. ആരുടെ തൂലികാനാമമാണ് ചെറുകാട്? സി ഗോവിന്ദപിഷാരടി. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യയിലെ പക്ഷിമനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ സലീം അലി. ഇന്ത്യയിലെ രാഷ്ട്രപതിയായ ആദ്യ മലയാളി? KR നാരായണൻ. ആര്യസമാജം സ്ഥാപിച്ചത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. പുന്നപ്ര വയലാർ സമരത്തെ അനുസ്മരിച്ച് വയലാർ ഗർജിക്കുന്നു എന്ന ഗാനം എഴുതിയത് ആര്? P ഭാസ്കരൻ. പെൻസിലിൻ കണ്ടുപിടിച്ചതാര്? അലക്സാണ്ടർ ഫ്ലെമിംഗ്. മനുഷ്യൻ്റെ കോശങ്ങളിൽ 46 ക്രോമസോമുകളുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ? ഹെർബർട്ട് ഇവാൻസ്. മനുഷ്യ ശരീരത്തിൽ ഓക്സിജൻ വഹിച്ചു കൊണ്ടുപോകുന്ന ഘടകമേത്? ഹീമോഗ്ലോബിൻ. ചാൾസ് ഡാർവിൻ പ്രകൃതി നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തിയ തെക്കേ അമേരിക്കൻ ദ്വീപ് ഏത്? ഗാലപ്പാഗോസ്. ശരീരത്തിലെ ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി? പീനിയൽ ഗ്രന്ഥി. പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്ന് സിഗരറ്റ് കൂടിന് പുറത്തു ആദ്യമായി രേഖപ്പെടുത്തിയ രാജ്യം? USA.
പല്ലിൻ്റെ ഇനാമലിനു താഴെയുള്ള പാളി ഡെൻഡൈൻ. മനുഷ്യ ശരീരത്തിലെ ജൈവഘടികാരം എന്നറിയപ്പെടുന്നത് പീനിയൽ ഗ്രന്ഥി. വൈറ്റമിൻ സിയുടെ അഭാവം കൊണ്ടുണ്ടാകുന്ന രോഗം സ്കർവി. പേപ്പട്ടി വിഷത്തിനുള്ള പ്രതിവിധി കണ്ടുപിടിച്ചതാര്? ലൂയി പാസ്ചർ. ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള ഉപ്പു സത്യാഗ്രഹം ഏതു വർഷമായിരുന്നു? 1930. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ആത്മകഥ ഇന്ത്യ വിൻസ് ഫ്രീഡം. ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന ഗ്രന്ഥം രചിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്ന് തുടങ്ങുന്ന ദേശീയ പ്രതിജ്ഞ തയ്യാറാക്കിയത് ആര്? ഉത്തരമറിയുന്നവർ കമൻറ്റ് ചെയ്യുക. നന്ദി.